ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ ഇറങ്ങി 24 ദിനങ്ങൾ പിന്നിടുകയാണ്. ഇന്നും ആ തരംഗം അതിഗംഭീരമായി കുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കേരളത്തിൽ പോലും ഇന്ന് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടു. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ 48% വർധനവ് ജനങ്ങൾ കണ്ടതിൽ. 7ഓളം ഷോകൾ അല്ലെങ്കിൽ 10-15 ഷോകൾ മാത്രമാണ് ട്രാക്ക് ചെയ്യപ്പെടുന്നത്. ഇന്നലെ ലഭിച്ചത് 88,000 രൂപ മാത്രമായിരുന്നു. അതായത് ഏറെക്കുറെ ഒരു 1.5 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് കളക്ഷനായി വന്നത്. ഇന്ന് അതേ സ്ഥലത്ത് നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ സ്ഥിരമായിട്ട് ഇടിവാണെങ്കിൽ ഇന്ന് മികച്ച രീതിയിലുള്ള ഒരു തിരക്ക്, അതായത് സാറ്റർഡേ മികച്ച ഒരു സാറ്റർഡേ ആയി മാറുകയാണ്. അപ്പോൾ കേരളത്തിൽ എത്രയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഇന്ന് ഇതുവരെ ഈ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻസ് ഒന്നും തന്നെ പുറത്തു വന്നില്ല. ഇന്നലെ വരെ വന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഹിന്ദിയിൽ നിന്ന് 740 കോടിയാണ് സിനിമ നേടിയത്. 740.25 ആണ്. വേൾഡ് വൈഡായിട്ട് സിനിമ നേടിയത് 22 ദിവസങ്ങൾ കൊണ്ട് നേടിയത് 1719 കോടിയോളമാണ്. ഇനിയും നമുക്ക് ഒരു ദിവസത്തെ കളക്ഷൻ, അതായത് ഇന്നലെ ഉള്ള കളക്ഷൻ കിട്ടിയിട്ടില്ല. ഇന്നത്തെ കളക്ഷൻ നാളത്തേക്ക് അപ്ഡേറ്റും വരും. ഇന്നത്തെ തിരക്കിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ഇന്ന് റെക്കോർഡ് ബുക്കിംഗ് തന്നെയാണ് സിനിമയ്ക്ക്. മണിക്കൂറുകളിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. രാവിലെ 7 തൊട്ട് 8 മണി വരെ 1210 ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയതെങ്കിൽ 8 തൊട്ട് 9 വരെ 3300, പിന്നെ 6800, 10 തൊട്ട് 11 മണി വരെയുള്ള സമയത്ത് 10,750ഓളം ടിക്കറ്റുകളും, പിന്നീട് 12,000, 14,000, 14,500, 14,900, അങ്ങനെ 3 മണി കഴിഞ്ഞപ്പോൾ 12,980, അങ്ങനെ 12,000-ൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യവും വൈകുന്നേരം 8 മണി തൊട്ട് 9 മണി വരെയുള്ള സമയത്ത് 13,360 ടിക്കറ്റുകളാണ് മണിക്കൂറുകളിൽ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റുപോയത്. അതായത് ഇതുവരെ വിറ്റുപോയത് 1,54,000 ടിക്കറ്റിന് മുകളിലാണ്. ഇനിയുള്ള 2 മണിക്കൂർ 9 തൊട്ട് 10, 10 തൊട്ട് 11 വരെയും പോകാൻ പോകുന്നത് ഏറെക്കുറെ 25,000-ന് മുകളിൽ ടിക്കറ്റ്. 25,000 ആയിരിക്കില്ല, ഒരു പക്ഷേ അതിന് മുകളിലായിരുന്നു 30,000. അതായത് ഇതുവരെ അതിൻ്റെ പുഷ്പ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിരിക്കുന്നത് 18 മില്യൺ ടിക്കറ്റുകളായിരുന്നു. ഇന്നത്തെ ദിനത്തോടെ 19 മില്യണിലേക്ക് അത് ടച്ച് ചെയ്യുകയാണ്. അത്ര ഗംഭീരമായിട്ടുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു ശനി ഞായറോടുകൂടി തന്നെ സിനിമ 1,800 കോടി കടക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. 2025 തുടങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2,000 എന്നുള്ള ആ ഒരു കളക്ഷൻ കാര്യമായിരിക്കും. ഇനിയും സിനിമയ്ക്ക് അതെത്താൻ വലിയ താമസമൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും 1,800, അതായത് ബാഹുബലിയുടെ കളക്ഷൻ റെക്കോർഡുകൾ അത് തകർത്തെറിയപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് കൂടി വന്നാൽ ഞായറാഴ്ച വരെ ഐസ്, അല്ലെങ്കിൽ ഒന്നും കൂടെ നീണ്ടാൽ തിങ്കളാഴ്ച വരെ. അതിനപ്പുറത്തേക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.